അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് HP ഇങ്ക് ടാങ്ക് സീരീസിൽ വരുന്ന പ്രിന്ററുകൾക്ക് വരുന്ന കോമൺ എററാണ്. അതെങ്ങനെ സോൾവ് ചെയ്യാം, പിന്നെ അതെന്തുകൊണ്ട് വരുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ. പിന്നെ അത് മാത്രമല്ല, ഹെഡിൽ വരുന്ന എററുകൾ വരുമ്പോഴത്തേന് സാധാരണ ഈ മോഡലുകൾക്ക് വരുമ്പോഴത്തേന് ആദ്യമേ തന്നെ നമ്മുടെ ഹെഡ് PCB മാറാതെ ഈ എററും കൂടെ ഒന്ന് നോക്കാം. നമ്മൾ ഈ വീഡിയോ ഒന്ന് കണ്ട ശേഷം ഈ രണ്ട് എററും കൂടെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം ഹെഡ് PCB മാറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് പ്രിൻ്റർ ഒന്ന് ഓണാക്കി നോക്കാം. എറർ ഒന്ന് എന്താണ് നമുക്ക് സാധാരണ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് നമുക്ക് നോക്കാം. പ്രിൻ്ററിൻ്റെ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് HP-ൻ്റെ ഇങ്ക് ടാങ്ക് വയർലെസ് 416 ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എറർ എന്താണെന്ന്. എറർ കാണിക്കുന്നുണ്ട്. രണ്ട് കാർട്രിഡ്ജിൻ്റെ ഇതിൻ്റെ മേളിലും കാണിക്കുന്നുണ്ട് എറർ. സാധാരണ ഇത് ഒന്നിലും കാണിക്കാറുണ്ട്, ഒരെണ്ണത്തിൽ മാത്രം എറർ വന്ന് കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ സാധാരണ ഒന്നി ക്ലീൻ ചെയ്തിടുമ്പോൾ റെഡിയാവും, അല്ലെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്തിടുമ്പോഴത്തേനും റെഡിയാവും. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇത് രണ്ട് ഹെഡിൻ്റെയും കോണ്ടാക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഡോർ ആദ്യം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം കാർട്രിഡ്ജ് സെൻറ്ററിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് താഴ്ത്താം. പതിയെ പ്രസ് ചെയ്തിട്ട് കാർട്രിഡ്ജ് ഒന്ന് താഴ്ത്തി കഴിഞ്ഞാൽ അതങ്ങ് ഇളകി വരും. എന്നിട്ട് അത് രണ്ടും എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കോണ്ടാക്റ്റ് വരുന്ന ഭാഗം എന്താണ്, ഈ ഭാഗം ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം. രണ്ടിൻ്റെയും, ബ്ലാക്കിൻ്റെയും കളറിൻ്റെയും ഇതൊന്ന് ക്ലീൻ ചെയ്യാം. രണ്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ശേഷം നമുക്ക് ആ എറർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന ഈ ഭാഗത്തും എന്നുവെച്ചാൽ കോണ്ടാക്റ്റ് വരുന്ന ആ ഭാഗത്തും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. PCB ഹെഡിൻ്റെ അവിടെ നിന്ന് വരുന്ന ആ ഭാഗത്തുനിന്ന്. അപ്പോൾ നമ്മൾ രണ്ടും ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇട്ട് നോക്കാം എന്താണ് കണ്ടീഷൻ എന്ന്. ആ എറർ മാറിയോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലീൻ ചെയ്ത് രണ്ട് കാർട്രിഡ്ജും തിരിച്ച് അതേപോലെ തന്നെ ചെറിയ ഒരു പ്രഷറിൽ നമ്മൾ പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ലോക്ക് പിടിച്ചൊന്ന് താഴ്ത്തി ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിന് ഡോർ അടച്ച ശേഷം നമുക്ക് നോക്കാം എറർ വന്നോ ഇല്ലയോ, എറർ ഉണ്ടോ ഇല്ലയോ എന്ന്, മാറിയോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോഴും എറർ കാണിക്കുന്നുണ്ട്. എറർ മാറിയിട്ടില്ല, സെയിം തന്നെയാണ് എറർ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. രണ്ടാമത്തേന്ന് പറയുന്നത് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആദ്യം പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഇൻറ്റു മാർക്കിൽ 4 പ്രാവശ്യം ഞെക്കിയ ശേഷം കളർ പ്രിൻ്റിൻ്റെ ബട്ടണിൽ ഒരു തവണ ഞെക്കുക. ഇൻറ്റു ബട്ടണിൽ 4 പ്രാവശ്യം ഞെക്കിയ ശേഷം കളർ ബട്ടണിൽ ഒരു തവണ ഞെക്കി കഴിഞ്ഞ ശേഷം മാത്രമേ പവർ ബട്ടൺ റിലീസ് ചെയ്യാവൂ. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഈ ലൈറ്റ് ഓഫ് ആവുകയും ഒരു പ്രിൻ്റ് പേജ്, അതായത് ഒരു ചെറിയ റീസെറ്റ് പേജ് വരും പ്രിൻ്റായിട്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പ്രിൻ്റർ റീസെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസെറ്റ് ചെയ്ത റിപ്പോർട്ടാണിത്. അപ്പോൾ ഇനി നമുക്ക് ആ എറർ ഒന്ന് ചെക്ക് ചെയ്യാം. അത് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. മാറിയിട്ടില്ല, സെയിം എറർ തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റമായിട്ട് ഈ പ്രിൻ്റർ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് സിസ്റ്റത്തിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ HP സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം അതിനകത്ത് എന്താണ് കാണിക്കുകയെന്ന് നോക്കാം. അപ്പോൾ HP സ്മാർട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഇൻകമ്പാറ്റബിൾ കാർട്രിഡ്ജ് എന്നാണ് കാണിക്കുന്നത് എറർ. അപ്പോൾ എന്താണ് നമുക്ക് കറക്റ്റ് ചെക്ക് ചെയ്യാം. നമുക്ക് നേരെ പ്രിൻ്റർ സെറ്റിങ്സിലോട്ട് പോവാം. അതെടുത്ത ശേഷം നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, അത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ റിഫ്രഷ് ചെയ്ത് എന്നിട്ടും സെയിം തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് നേരെ പ്രിൻ്റർ സ്റ്റാറ്റസ് എടുക്കാം. അപ്പോൾ പ്രിൻ്റർ സ്റ്റാറ്റസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഇൻകമ്പാറ്റബിൾ കാർട്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് കോൺഫിഗർ ചെയ്തിരിക്കുന്ന കാർട്രിഡ്ജ് തന്നെ, അത് നമുക്ക് റീപ്ലേസ് ചെയ്തേ പറ്റൂ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ വേറൊരെണ്ണം നമുക്ക് വാങ്ങിയിടാം. അപ്പോഴത്തേനും ഈ എറർ മാറി കിട്ടും. ഈ എറർ കാണിക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കാണിക്കുന്നത് ആ ബ്ലിങ്കിങ് ലൈറ്റ് ഇഷ്യൂ തന്നെയാണ് കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ എററും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും HP-യുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. നമുക്ക് HP സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് താഴെ ഇവിടെ തന്നെ പ്രിൻ്ററിൻ്റെ സൈഡിൽ തന്നെ നോക്കുമ്പോൾ അറിയാം, താഴെ തന്നെയായിട്ട് HP പ്രൊട്ടക്റ്റഡ് കാർട്രിഡ്ജ് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് എറർ കാണിച്ചിട്ടുണ്ട്. അത് എററല്ല, ഒരു ഫീച്ചറാണ് HP-ൻ്റെ. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രിൻ്റർ സെറ്റിങ്സ് എടുത്ത ശേഷം നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് എന്താണ് അതെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സെറ്റിങ്സ് എടുത്ത ശേഷം നമുക്ക് സ്റ്റാറ്റസ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, നേരത്തെ ചെയ്ത പോലെ. എന്നിട്ട് രക്ഷയില്ല, സെയിം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രിൻ്റർ സ്റ്റാറ്റസ് നോക്കാം, എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാം നമുക്കപ്പോൾ. അതിനുള്ള ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. HP പ്രൊട്ടക്റ്റഡ് കാർട്രിഡ്ജ് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ് താഴെ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു പ്രിൻ്ററിൽ വെച്ച് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു കാർട്രിഡ്ജ് നമുക്ക് മറ്റൊരു പ്രിൻ്ററിൽ എടുത്തിടാൻ സാധിക്കില്ല എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാർട്രിഡ്ജ് ആ ഒരു പ്രിൻ്ററിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതൊരു സെക്യൂരിറ്റി ഫീച്ചറാണ്. അപ്പോൾ അതും നമുക്ക് ഈ കാർട്രിഡ്ജ് ഒന്ന് റീപ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്കതും മാറിക്കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ആദ്യം എങ്ങനെ ഓഫ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ നോക്കാം. കൃത്യമായിട്ട് എങ്ങനെ നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം കാർട്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്ത് അതിന് ശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് HP-ൻ്റെ ഈ പ്രിൻ്ററിൻ്റെ തന്നെ ഡ്രൈവർ എടുത്തിട്ട് നമുക്ക് അതെങ്ങനെ ഓഫ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നമുക്ക് സെർച്ച് ബാറിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. HP ഇങ്ക് ടാങ്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആ ഡ്രൈവറിൻ്റെ അത് ഓപ്ഷൻ വരും, ആപ്ലിക്കേഷൻ പോലെ. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുക, അതിനകത്ത് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. മെയിൻറ്റെയിൻ യുവർ പ്രിൻ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊന്ന് ലോഡായിട്ട് വേറൊരു വിൻഡോ വരും. ആ വിൻഡോയ്ക്കകത്ത് അവസാനം ഒരു ഇങ്ങേറ്റത്ത് HP കാർട്രിഡ്ജ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഡിസേബിൾ ചെയ്തിടുക. എനേബിൾഡ് ആയിരിക്കും ചിലതിൽ, ഡിസേബിൾ ചെയ്തിടുക. നമുക്ക് ഇത് ഡിസേബിൾ ചെയ്തിടുന്നതാണ് നല്ലത്. മറ്റുള്ളവർക്ക്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാർട്രിഡ്ജ് ആരെങ്കിലും കൊണ്ടുപോകുന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ എനേബിൾ ചെയ്തിടുക. നമുക്കങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡിസേബിൾ ചെയ്തിരുന്നു. എന്നിട്ട് ക്ലോസ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളൊരു പുതിയ കാർട്രിഡ്ജ് വാങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു പെയറായിട്ടാണ് വരുന്നത് കേട്ടോ. കളറും ബ്ലാക്കും കൂടെ ഒറ്റ പെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്കൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ എറർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഈ പുതിയ കാർട്രിഡ്ജ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്ററിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. പഴയ നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് പുതിയത് നമുക്ക് അതിനകത്തേക്ക് ഇട്ടിട്ട് ആ എറർ വരുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പുതിയ കാർട്രിഡ്ജ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ എറർ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ P എന്ന് പറഞ്ഞിട്ടുള്ളൊരു എററാണ് കാണിക്കുന്നത്. അപ്പോൾ ആ P എന്ന് പറയുന്ന എറർ എന്താണെന്ന് നമുക്ക് HP സ്മാർട്ട് എന്നാണ് ആപ്ലിക്കേഷനകത്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് കാണിക്കുന്നത് പേപ്പർ സൈസ് മിസ്മാച്ച് എന്ന് പറഞ്ഞിട്ട് എററാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. നമ്മൾ ആ ഐക്കണിൽ, പേപ്പർ ട്രെയിൻ്റെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ആ എറർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ A എന്ന് പറഞ്ഞ ലെറ്റർ അത് അലൈൻമെൻറ്റിൻ്റെ ആണ്. അത് നമ്മൾ പുതിയ കാർട്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ്, ഹെഡ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ പ്രിൻ്റ് വരുന്നവരെ. അപ്പോൾ പ്രിൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിൻ്റ് നമുക്ക് ഇനി എടുത്ത് സ്കാനറിൽ വെച്ചിട്ട് ഒന്നും കൂടെ പ്രിൻ്റ് ചെയ്യേണ്ടി വരും. ഒന്നുകൂടെ ഒരു കോപ്പി എടുക്കണം. അപ്പോൾ അതൊന്ന് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഹെഡ് അലൈൻമെൻറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. സ്കാനറിൽ വെച്ചിട്ട് നമുക്ക് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും നെക്സ്റ്റ് അതിൻ്റെ പ്രിൻ്റ് വരും. അപ്പോഴത്തേനും ഹെഡ് അലൈൻമെൻറ്റ് കംപ്ലീറ്റ് ആവും. നമുക്കത് നോക്കാം.
അപ്പോൾ ഹെഡ് അലൈൻമെൻറ്റ് കൊടുത്ത ശേഷം എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. പ്രിൻ്ററിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പ്രിൻ്റർ. ഇപ്പോൾ നോർമൽ കണ്ടീഷനിലേക്ക് പ്രിൻ്റർ വന്നിട്ടുണ്ട്. എററെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ കാർട്രിഡ്ജ് റീപ്ലേസ് ചെയ്ത ശേഷമാണ് ഇങ്ങനെ ആയത്. പുതിയ കാർട്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം മാത്രമാണ് നമുക്ക് ഈ എറർ മാറി കിട്ടിയത്. 2 കാരണങ്ങൾ കൊണ്ട് വരാം. ആ 2 എറർ ഞാനിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റെഡിയാണ്. പ്രിൻ്റർ സ്റ്റാറ്റസിൽ ഒരു എററും കാണിക്കുന്നില്ല. ഓക്കെയാണ് പ്രിൻ്റർ. ഇപ്പോൾ ഇത് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഹെഡ് PCB മാറാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ സാധാരണ എല്ലാവരും PCB മാറാനാണ് പറയാറ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്തേക്കുക. ഇങ്ങനെയുള്ള എറർ സാധാരണ വരാറുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് ചെക്ക് ചെയ്ത ശേഷം മാത്രം PCB ബോർഡ് റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സാധാരണ ഇങ്ങനത്തെ HP-ൻ്റെ ഇങ്ങനെയുള്ള ഈ ഫീച്ചർ എന്തിനാണ് കൊണ്ടുവന്നേക്കുന്നത് വെച്ചാൽ അറിയില്ല. എന്നാലും അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫീച്ചർ കൊണ്ടുവന്നേക്കുന്നതെന്നാണ് പറയുന്നത്. വേറെ ആരും അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതുകൊണ്ടൊരു യൂസ് നമുക്ക് അങ്ങനെയില്ല. ആവശ്യമുള്ളവർ ആ ഫീച്ചർ എനേബിൾ ചെയ്ത് ഉപയോഗിച്ചാൽ പ്രശ്നമില്ല. നമുക്ക് പിന്നീട് മാറ്റിയിടാൻ പറ്റത്തില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മളത് ഡിസേബിൾ ചെയ്താണ് ഉപയോഗിക്കുന്നത്. എനേബിൾ ചെയ്ത് ഉപയോഗിക്കുന്നതൊക്കെ അങ്ങനെ ഉപയോഗിക്കാം. വേറെ പ്രിൻ്ററിൽ അത് ഇടാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. നമുക്ക് വേറെ പ്രിൻ്റർ സർവീസുകൾ വരുമ്പോഴത്തേനും മാറ്റിയിടുന്നത് കൊണ്ട് നമ്മൾ ഡിസേബിൾ ചെയ്തിട്ടേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെഞ്ഞാറമൂട് ഭാഗത്ത് എവിടെയെങ്കിലും ഇങ്ങനെ സർവീസ്, പ്രിൻ്ററിൻ്റെ സർവീസ്, കമ്പ്യൂട്ടർ, CCTV അങ്ങനെ എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.